ആദ്യത്തെ ചോദ്യം, 2025 ജ്ഞാനപീഠ പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? 2025 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് വിനോദ് കുമാർ ശുക്ലയ്ക്കാണ്. ഹിന്ദി സാഹിത്യകാരനായ അദ്ദേഹം 59ാമത് ജ്ഞാനപീഠ ജേതാവാണ്. അപ്പോൾ ആദ്യ ജേതാവ് ആരാ? അത് നമുക്കെല്ലാവർക്കും അറിയാം. ആദ്യ ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് ജി ശങ്കരക്കുറുപ്പാണ്. 2025 ആണെങ്കിൽ വിനോദ് കുമാർ ശുക്ലയാണ്. വിനോദ് കുമാർ ശുക്ല. അടുത്ത ചോദ്യം, ഏഷ്യയിലെ ഏറ്റവും നീളമുള്ള അക്വാഡക്റ്റ് ഏതാണ്? ഏഷ്യയിലെ ഏറ്റവും നീളമുള്ള അക്വാഡക്റ്റ് ഏതാ? മാത്തൂർ തോട്ടിൽ പാലമാണ്. മാത്തൂർ തൊട്ടിൽ പാലമാണ് ഇത് ഏഷ്യയിലെ തന്നെ ഏറ്റവും നീളമുള്ള അക്വാഡക്റ്റ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, യോദ്ധാവ് പദ്ധതി എന്തിനെതിരെയാണ് പോരാടുന്നത്? യോദ്ധാവ് എന്ന് പറയുന്ന പദ്ധതി എന്തിനെതിരെ കൊണ്ടുവന്ന പദ്ധതിയാണ് എന്ന് ചോദിച്ചാൽ മയക്കുമരുന്നിനെതിരെ കൊണ്ടുവന്നൊരു പദ്ധതിയാണെന്ത്? യോദ്ധാവ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ എല്ലാ ക്ഷയരോഗികളെയും സർക്കാർ ദത്തെടുക്കുന്ന ആദ്യ സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ എല്ലാ ക്ഷയരോഗികളെയും സർക്കാർ ദത്തെടുക്കുന്ന ആദ്യ സംസ്ഥാനം മേഘാലയയാണ്. മേഘാലയ. അടുത്ത ചോദ്യം, 2025 ഹോൾബർഗ് പുരസ്കാരം നേടിയത് ആരാണ്? 2025 ഹോൾബർഗ് പുരസ്കാരം നേടിയത് ഗായത്രി ചക്രവർത്തി സ്പിവാക്കാണ്. ഗായത്രി ചക്രവർത്തി സ്പിവാക്കാണ് 2025 ഹോൾബർഗ് പുരസ്കാരം നേടിയത്. അടുത്ത ചോദ്യം, 2025 ഭാരതീയ വിദ്യാകീർത്തി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2025 ഭാരതീയ വിദ്യാകീർത്തി പുരസ്കാരം ലഭിച്ചത് ശ്രീകുമാരൻ തമ്പിക്കാണ്. ശ്രീകുമാരൻ തമ്പി. അടുത്ത ചോദ്യം, ഭീമശങ്കർ വന്യജീവി സംരക്ഷണ കേന്ദ്രം ഏത് മൃഗത്തെയാണ് പ്രധാനമായിട്ട് സംരക്ഷിക്കുന്നത്? ഭീമശങ്കർ വന്യജീവി സംരക്ഷണ കേന്ദ്രം മലയണ്ണാനെയാണ് പ്രധാനമായിട്ട് സംരക്ഷിക്കുന്നത്. മലയണ്ണാൻ. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ വ്യവസായ അധിഷ്ഠിത ഡിജിറ്റൽ ഡീടോക്സ് ഇനിഷ്യേറ്റീവ് ബിയോണ്ട് സ്ക്രീനുകൾ ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? അത് കർണാടകയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വ്യവസായ അധിഷ്ഠിത ഡിജിറ്റൽ ഡീടോക്സ് ഇനിഷ്യേറ്റീവ് ബിയോണ്ട് സ്ക്രീനുകൾ ആരംഭിച്ച സംസ്ഥാനമാണ് ഇത്? കർണാടക എന്ന് പറയുന്നത്. കർണാടക. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ PPP ഹരിത മാലിന്യ സംസ്കരണ പ്ലാന്റ് ഏത് നഗരത്തിലാണ് ആരംഭിക്കുന്നത്? ഇന്ത്യയിലെ ആദ്യത്തെ PPP ഹരിത മാലിന്യ സംസ്കരണ പ്ലാന്റ് ആരംഭിക്കുന്നത് ഏത് നഗരത്തിലാണെന്നറിയാമോ? അത് ഇൻഡോറിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ PPP ഹരിത മാലിന്യ സംസ്കരണ പ്ലാന്റ് ഏത് നഗരത്തിലാണെന്ന് ചോദിച്ചാൽ ഉത്തരം എന്താണ്? ഇൻഡോറാണ്. ഇൻഡോർ. താങ്ക് യു.